ഹായ് മക്കളെ, വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ടീച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിൽ നീറ്റ് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. DNA fragments are separated during gel electrophoresis primarily on the basis of charge only, shape of DNA, length or size of DNA fragments, type of sugars in DNA. ചെറിയതായിട്ട് കൺഫ്യൂഷനും ചെറുതായിട്ട് കോൺട്രവേഴ്സിയും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് ശരിക്കും ജെൽ ഇലക്ട്രോഫോറസിസിൽ. അതായത് വെല്ലിൽ നിന്ന്, ജെൽ ഇലക്ട്രോഫോർട്ടിക് മീഡിയത്തിലെ വെല്ലിൽ നിന്ന് DNA ഫ്രാഗ്മെൻറ്റ്സ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക. അതായത് ആനോഡിന് നേരെ മൂവ് ചെയ്യുക. കാരണം DNA ഫ്രാഗ്മെൻറ്റ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. തീർച്ചയായിട്ടും ആനോഡ് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ആനോഡിന് നേരെ മൂവ് ചെയ്യുക തന്നെ ചെയ്യും. അതിൻ്റെ കാര്യം ചാർജ് തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിരിക്കുന്നത്? DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം, അല്ലേ? അപ്പോൾ DNA ഫ്രാഗ്മെൻറ്റ്സ് എന്തായാലും എല്ലാ ഫ്രാഗ്മെൻറ്റ്സും നെഗറ്റീവ്ലി ചാർജ്ഡ് തന്നെയാണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അവർ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ചാർജ് പോരല്ലോ. കാര്യം അവർ മൂവ് ചെയ്തതൊക്കെ നെഗറ്റീവ് ചാർജ് കാരണമാണ്. പക്ഷേ നെഗറ്റീവ് ചാർജ് ഉള്ള എല്ലാ ഫ്രാഗ്മെൻറ്റ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ ഫ്രാഗ്മെൻറ്റ്സിൻ്റെ ലെങ്ത് വ്യത്യാസമാണ്, ഇല്ലേ? ഇപ്പം നമ്മൾ ഇങ്ങനെ ജെൽ ഇലക്ട്രോഫോർട്ടിക് മീഡിയത്തിൽ വെല്ലിൽ നിന്ന് ആനോഡിലേക്ക് ഈ പറയുന്ന ഫ്രാഗ്മെൻറ്റുകൾ എന്തായാലും മൂവ് ചെയ്യും. പക്ഷെ അത് സെപ്പറേറ്റ് ചെയ്ത് നീളം കുറഞ്ഞ ഫ്രാഗ്മെൻറ്റ്സ് ആദ്യം ആനോഡിനടുത്തെത്തുന്നു. നീളം കൂടിയതനുസരിച്ച് പതുക്കെ വരുള്ളൂ, അല്ലേ? അപ്പോൾ ആ ലെങ്ത് അല്ലെങ്കിൽ സൈസ് ഓഫ് ദ DNA ഫ്രാഗ്മെൻറ്റ്സ് ആണ് DNA ഫ്രാഗ്മെൻറ്റ്സിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് ഉള്ള ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് ഏതേ എടുക്കാൻ പറ്റുള്ളൂ? ലെങ്ത് ഓർ സൈസ് ഓഫ് ദ DNA ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ അവിടെ നമുക്ക് ചാർജ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. മാത്രമല്ല ചാർജ് ഓൺലി എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പറ്റില്ല. നമുക്ക് C ഓപ്ഷനാണ് ആൻസർ. ഓക്കെ.